മുഖ്യമന്ത്രി പീതാംബരനാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ നല്ല ഭംഗിയായിട്ട് ഭരിച്ചു. സാധാരണക്കാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ മയക്കുമരുന്നിനും അല്ലെങ്കിൽ ഈ ക്രിമിനൽ കേസ് പുള്ളികൾക്കുമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭരണം കാഴ്ചവെച്ചു. ഈ 10 കൊല്ലവും അദ്ദേഹം തന്നെയാണ് നേതാവായിട്ടിരുന്നതും അന്ന് അതിനു മുമ്പ് പ്രതിപക്ഷം ഇരുന്നതും. പക്ഷേ ഇപ്പോൾ ഈ CPI പിടിക്കുന്ന പിടിവാശി, CPIക്ക് എന്താ ഇത്ര പിടിവാശി? ഒറ്റക്ക് നിന്നാൽ എവിടെയെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമോ? ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ കൂടണം, അല്ലെങ്കിൽ ഇപ്പുറം കൂടണം. ഈ രണ്ടുമില്ലാത്തൊരു നിലയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇത്രയും ബലം പിടിക്കരുത്. കാരണം ഒരു മയമൊക്കെ വേണം. അങ്ങോട്ട് അവിടെ ഇരുന്നോട്ടെ, അതിനൊരു ഉപ അധ്യക്ഷത്തിലാണ്. അല്ല, അങ്ങനെ ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്ന് പറഞ്ഞൊരു പദവി 2006 മുതൽ അനൌദ്യോഗികമായിട്ടാണെങ്കിലും നിയമസഭയിലുണ്ട്. അപ്പൊ ആ പദവിയിലേക്ക് ഒരാളെ വെക്കാമല്ലോ. അത് CPI ന്യായമായും, CPM-ന് 26 സീറ്റാണെങ്കിൽ CPIക്ക് 8 സീറ്റുണ്ട്. CPI ന്യായമായും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കും. ഒന്നുകിൽ അവർ കൊടുക്കണം, അല്ലെങ്കിൽ അവർ കൊടുക്കുന്നില്ല എന്ന് തീരുമാനം. രണ്ടായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വല്ലാതെ വൈകി പോകുന്നു, അതാണ് പ്രശ്നം. വൈകിപ്പോയി അതിന്റെ അല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള, ഭരണം പോയത് ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, ജാതിയാണ് പ്രശ്നം ഇവിടെ. ഏത് ജാതി? വെള്ളാപ്പള്ളി ആ വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ ഇവരാരും മുണ്ടിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഭരണത്തിന്റെ കുഴപ്പമല്ലേ? ഭരണം നയിച്ചവരല്ലേ വെള്ളാപ്പള്ളിയെ പൊക്കി പിടിച്ചോണ്ട് നടന്നത്? ഇല്ല, തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം. ക്രിസ്ത്യാനികളും തലകളഞ്ഞ ക്രിസ്ത്യാനികളും ഈ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി. കാരണം ഒരു ഈഴവ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. പീതാംബരൻ, എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഈ ക്രൈസ്തവ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ലല്ലോ വ്യക്തമായും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ, ഇനി അതല്ല താങ്കൾ ഒരു ഈഴവ മുഖ്യമന്ത്രി ആയിരുന്നു പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അത് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും പിണറായി വിജയനെ ആരും ഈഴവ മുഖ്യമന്ത്രിയായിട്ടൊന്നും കണ്ടിട്ടില്ല, ഹിന്ദു മുഖ്യമന്ത്രിയായിട്ടും കണ്ടിട്ടില്ല. അദ്ദേഹം കേരളത്തിന്റെ നേതാവായിട്ടാണ് കണ്ടിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. മറ്റ് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അക്കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല. പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ജാതി ബ്രാൻഡിന്റെയോ അല്ലെങ്കിൽ ഒരു മത ബ്രാൻഡിന്റെ ആളൊന്നുമല്ല. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ പീതാംബരൻ ഒന്ന് കേൾക്കൂ. താങ്കൾ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഈ ഈഴവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലും കണ്ണൂരിലെ അത്തരം മണ്ഡലങ്ങളിലടക്കം ജയിച്ചത് UDF അല്ലേ? അപ്പൊ പിന്നെ താങ്കൾ ഈ പറയുന്ന ജാതി സമവാക്യത്തിന് എവിടെ കാര്യം? അതൊന്നുമല്ല വിഷയം. ഇവിടെ വാരിക്കോരി സ്വർണ്ണക്കരണ്ടിയിൽ കൊടുത്താൽ പോലും അല്ല, അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞതിൽ പറയൂ. താങ്കൾ അങ്ങനെ ഒരു ജാതി ശക്തികളെല്ലാം കൂടെ ചേർന്ന് തോൽപ്പിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു ന്യായം വേണമല്ലോ. ഞാൻ അതാണ് തിരിച്ചു ചോദിച്ച ചോദ്യം, അതിന് മറുപടി പറയൂ. എന്താ ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, വ്യക്തമായും ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലടക്കം UDF ജയിച്ചല്ലോ. അതെങ്ങനെയാണ് ഉണ്ടായത്? എങ്ങനെയാണെങ്കിൽ അതെന്തായത് പറഞ്ഞുതരാം. അവിടെ വന്ന് നമ്മൾ വോട്ട് ലിസ്റ്റ് എടുത്തിട്ട് ഏതൊക്കെ വർഗീയ ജാതിയുമായിട്ടുള്ള വോട്ടുകളുണ്ടോ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ ജയിച്ച വോട്ട് എത്രയാണെന്നും ഈ വർഗീയ ശക്തികളുമായി താങ്കൾ ഈ പറയുന്ന SNDP-യുമായും NSS-നും എല്ലാം പിന്തുണച്ചത് ആരെയാണ്? പിണറായി വിജയനല്ലേ? അവരാരും VD സതീശനെ തെരുവിളിച്ചുകൊണ്ട് നടന്നവരല്ലേ അവരെല്ലാം? അവരെയൊക്കെ ഒക്കത്ത് വെച്ച് കൊണ്ട് നടന്നത് ആരാണ്? അല്ല, അത് തെറ്റായി പോയെന്നാണ് ഞാനും പറയുന്നത്. അല്ല, അത് പറയണം. അതിന് പകരമായി വർഗീയ ശക്തികൾ ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞതിനകത്ത് എന്താണ് കാര്യം? ആ വർഗീയ ശക്തികളും സമുദായ നേതാക്കളും തീരുമാനിച്ചാൽ അവിടെ വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ സാധാരണക്കാരായ ആ മതജാതി വിഭാഗങ്ങൾ പെടുന്നവരെന്ന് കൂടി ബോധ്യമായില്ലേ? അതിപ്പോ ഈ കോൺഗ്രസിന്റെ ഭരണം കൊണ്ട് നമുക്കറിയാം. ഇതെന്തോ തിരിച്ചു പിണറായി വിജയന്റെ ഈ ജനങ്ങൾ കൊണ്ടേ കൊടുക്കൂ, ഇത് ഉറപ്പാണ്. കഴിഞ്ഞുപോയ കാലമതാണ്. ശരി, ഓക്കെ. അതൊക്കെ എന്തായാലും ഇനി കാണട്ടെ. നമുക്ക് ഭരണം തുടങ്ങിയതല്ലേ ഉള്ളൂ. നോക്കാം. അവർ മോശമാണെങ്കിൽ അവരെ എടുത്തു കളഞ്ഞിട്ട് LDF-നെ കൊണ്ടുവരും. ഇനി അവർ നല്ലതാണെങ്കിൽ അവരെ കൊണ്ടുവരും. അതൊക്കെ ഇനി കാലം തെളിയിക്കുന്നതാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഒരു ഉപനേതാവിനെ, പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ CPM-നും CPI-ക്കും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? നമസ്കാരം. നമസ്കാരം. പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനം CPI-ക്ക് കിട്ടില്ല. പറഞ്ഞോളൂ. അത് കാരണം എന്താ വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഈ പിണറായിസത്തിൽ CPI എന്ന പാർട്ടിക്ക് എന്നൊരു പ്രസക്തി ഇല്ലാന്ന് ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ CK ചന്ദ്രപ്പനോ വെളിയം ഭാർഗവനോ കാനൻ രാജേന്ദ്രനൊക്കെ ഉള്ള കുറച്ചൊന്ന് ആക്റ്റീവായിരുന്നു. കാനൻ രാജേന്ദ്രൻ വരെ മുഴുവൻ പറയാൻ പറ്റില്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാണ് വർഷം പുള്ളി ഒന്നുകിൽ പുള്ളിയുടെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ ശരിയല്ല, സംസാര ഭാഷ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ഒന്ന് ആക്റ്റീവ് ആയതായിരുന്നു. അപ്പോഴാണ് ആ മകന്റെ വിജിലൻസ് കേസ് പിടിച്ചിട്ട് പുള്ളി ഒരു പിണറായി ഭക്തനായിട്ട് മാറി. ആ പാർട്ടിക്ക് തന്നെ പ്രസക്തി ഇല്ലാത്തൊരു അവസരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ പാർട്ടിയുടെ അനുഭാവികൾ വിളിച്ച് പറഞ്ഞിട്ടില്ലേ അവിടെ CPI-ക്ക് എത്ര വോട്ടുള്ളത്, പിന്നെ അവിടെ CPI അവിടെ CM-യുടെ വോട്ട് വാങ്ങിച്ചിട്ടാണോ തിരുവനന്തപുരത്ത്?
അവിടെ ശശീന്ദ്രൻ ജയിച്ചിരുന്നത് അവിടെ SL വോട്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചിരുന്ന ഒരു മുന്നണി സംവിധാനം ഏത് കക്ഷിയായി അവർ വോട്ട് കറക്റ്റ് ആയിട്ട് ഒരു പാർട്ടിക്ക് മാത്രം ജയിക്കാനുള്ള സിസ്റ്റത്തിലല്ലല്ലോ മുന്നണി സംവിധാനം വന്നിരിക്കുന്നത്. ഈ LDF എന്ന് പറഞ്ഞ സംവിധാനം എന്ന് വെച്ചാൽ വലിയേട്ടൻ മനോഭാവം അന്ന് മുതൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഏത് ചെറിയ കക്ഷിയാണെങ്കിലും ഞാൻ UDF എന്നല്ല, ചെറിയ കക്ഷിയാണെങ്കിലും UDF കറക്റ്റായിട്ട് ഓരോ കക്ഷികളും ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആർക്ക് എത്രപ്പുറത്തുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പോയിട്ട് ഈ ജോസ്മോനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നവർ ശക്തമായിട്ട് എതിർത്താണ് CPI മാണി കോൺഗ്രസിനെ. അങ്ങനെ അവര് പൂമ്പറ്റ കൊടുക്കുന്നു. ഇപ്പൊ അതിന്റെ ഗുണം ഈ പൂമ്പറ്റ പൊട്ടെന്നുള്ള മൈൻഡ് തന്നെ അന്നാണ് നിന്നിരുന്നത്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പോഴും CPIയുടെ നേതാക്കന്മാര് കംപ്ലീറ്റ് ഒരു പിണറായി ഭക്തരായിട്ട് മാറി. ആ പാർട്ടിയിൽ കുറെ ആളുകൾ ഇങ്ങനെ ആ പേരും പറഞ്ഞ് നടത്തുന്നതിൽ ഒരു കാര്യമില്ല. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലനാണ്, ശ്രീ നാരായണനാണ് ശ്രീകണ്ഠാപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രതിപക്ഷത്ത് തോറ്റു നിൽക്കുന്നു, അവർക്ക് ആകെ തെരഞ്ഞെടുക്കേണ്ടത് 1-2 സ്ഥാനമാണ്. അതിൽ പ്രതിപക്ഷ ഉപനേതൃ പദവി ആർക്ക് എന്നതിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. LDFന്റെ നിയമസഭാ കക്ഷി യോഗം പോലും ഇതുവരെ ചേരാൻ കഴിയുന്നില്ല. നമസ്കാരം സാർ. നമസ്കാരം സാറ്. അതല്ല, അതിന്റെ വഴി അതൊക്കെ നടന്നോളൂ സാറേ. അല്ലാതെ കണ്ട് CPIയും തമ്മിൽ അടിയാന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങള് നിങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ പിന്നെ അവര് തീരുമാനം എടുക്കാത്തത്? തീരുമാനമൊക്കെ അതിന്റെ ബൈക്ക് വഴി എടുക്കുക പെട്ടെന്ന്. അങ്ങനെ എപ്പോഴാണ് വഴിക്ക് വഴി? ഇതുവരെ കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ നിയമസഭാ യോഗം ചേരുന്നതിന് മുമ്പാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. അങ്ങനെ യോഗം ചേർന്നിട്ടാണ് അവർ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. കേരളത്തിൽ സ്പീക്കറുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഗവർണറുടെ നയപ്രഖ്യാപനവും കഴിഞ്ഞു. ഇതുവരെയും ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിട്ടില്ല. എന്തായിരിക്കും കാരണം? അല്ല, അതിപ്പം പിന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടി എത്ര ദിവസം കഴിഞ്ഞിട്ട് നടന്നത്? മുഖ്യമന്ത്രിയുടെ പരിപാടി ഒന്നും അധിക ദിവസമൊന്നും കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ പരിപാടി ഒരാഴ്ചക്കുള്ളിൽ അവർ തീർത്തു. ഒരാഴ്ചക്കുള്ളിൽ അവർ ഇത് ഒരാഴ്ചയും കഴിഞ്ഞ് 2 ആഴ്ചയും കഴിഞ്ഞല്ലോ. നിങ്ങൾ ചാനലുകാരാണല്ലോ. ഞങ്ങൾ ചാനലുകാരാണ് തീരുമാനം എടുക്കുന്നത്, പാർട്ടിക്കാരല്ലേ തീരുമാനം എടുക്കണം. അവർക്ക് തീരുമാനം എടുക്കാത്തതിന് ചാനലുകാരെന്ത് വേണം? ചാനലുകാരും പത്രക്കാരും മനോരമ ഉള്ളിടത്തോളം കാലം. നാരായണൻ, ഞാൻ എൻ്റെ ഒരു സംശയം, ഞങ്ങളാണ് ഉപനേതാവിനെ തീരുമാനിക്കേണ്ടത്. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും തീരുമാനിച്ചു കൊടുക്കായിരുന്നു. ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് ആ പാർട്ടികളാണ്. ആ പാർട്ടികൾക്ക് അതിന് കഴിയുന്നില്ല. അതിന് ഞങ്ങൾ എന്ത് പഴിച്ചു? ആര് പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞു കഴിയുന്നില്ലാന്ന്? കഴിഞ്ഞെങ്കിൽ പിന്നെ ആ പേര് പ്രഖ്യാപിക്കണ്ടേ? എന്താ പ്രഖ്യാപിക്കാതെ? പ്രഖ്യാപിക്കുന്നേ. താങ്കൾ പറയും ആരെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? അങ്ങനെ പെട്ടെന്ന് അങ്ങ് പറയുന്ന കാര്യമാണ്. ഇതിന്റെ ഏതാണ്ട് ഇത്രയ്ക്ക് പ്രതിപക്ഷ ഉപനേതൃ പദവി ഇത്രത്തോളം ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയെക്കാളും മന്ത്രിയെക്കാളും വലിയ പദവിയൊന്നും അല്ലല്ലോ. പിന്നെ പ്രശ്നമുള്ളത് അത് നല്ല തീരുമാനിക്കും മുഖ്യമന്ത്രി. വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം? ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു മുന്നണിക്ക് കഴിയുന്നില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാർ, UDFകാർ അവിടെ മുഖ്യമന്ത്രി തീരുമാനിക്കാതിരുന്നപ്പോൾ മുഖ്യമന്ത്രി കാര്യത്തിൽ തർക്കം എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. പക്ഷെ അവർ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു, മന്ത്രിമാരെ തീരുമാനിച്ചു, വകുപ്പുകൾ തീരുമാനിച്ചു, ഭരണം തുടങ്ങി, നയപ്രഖ്യാപന പ്രസംഗം വരെ കഴിഞ്ഞു. എന്നിട്ടും പ്രതിപക്ഷത്ത് തർക്കം തീരുന്നില്ല. അതിന്റെ പഴി മാധ്യമങ്ങൾ കേൾക്കണം. അതെ, ഇവര് ഉണ്ടാക്കിക്കൊണ്ടുവന്ന റെയിൽ പരിപാടിയെല്ലാം മാറ്റി എന്നിട്ട് പുതിയ റെയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പലതും ഇനിയും വരും. പക്ഷെ സാറത് പറയണ്ട, ഈ കാര്യത്തിൽ അതിന്റേതായ സമയം. ശ്രീ നാരായണൻ, എന്താ താങ്കൾ പറയൂ, എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് തീരുമാനം പറയൂ. അതങ്ങനെ പെട്ടെന്ന് വെക്കാൻ പറ്റില്ല. അപ്പൊ തർക്കമാണ് കാര്യം, അല്ല വേറെ ഒന്നുമല്ല. തർക്കം പരിഹരിക്കാനുള്ള ശേഷി നേതാക്കൾക്ക് നഷ്ടപ്പെടുന്നു. ഇഷ്ടം പോലെ നല്ല നല്ല ശേഷിയുള്ള നേതാക്കന്മാർ. പിന്നെ തർക്കം പരിഹരിക്കാത്തത് അതൊക്കെ ബൈക്ക് വഴി വരും സാറേ. അത് നിങ്ങൾ അതിന് അത്രയും വിഷമിക്കണ്ടെന്ന്. അപ്പൊ നമ്മൾ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കണം. നിങ്ങളെല്ലാം നമ്മളെ തോപ്പിച്ചില്ലേ? ഇനി ആയിക്കോട്ടെ. ഇനി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.